ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഹെങ് ഹോട്ടലിലിരുന്ന് അമ്മയുടെ മരണത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച ശേഷം തിരിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന വഴി ടാങ്സിനെ കാണുന്നു. വാൻവാനെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാണവൻ. ഷിയാവു അവനോട് കാര്യങ്ങൾ പറയുന്നു. വാൻവാൻ്റെയും ഇൻഹെങ്ങിൻ്റെയും വിവാഹമാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. എന്നാൽ താൻ വിദേശത്തു നിന്നോ കുറച്ചായിട്ടേ ഉള്ളൂ നാട്ടിലെത്തിട്ടെന്ന് അവൻ പറയുന്നു. വാൻവാൻ തൻ്റെ പെണ്ണാണെന്ന് ഇൻഹെങ് അവനോട് പറയുന്നു. തിരികെ പോകും വഴി ടാങ്സൻ യുവാനെ കാണുന്നു. അവൾ അവനുമായി സഖ്യം ചേരാൻ ശ്രമിച്ചെങ്കിലും അവനത് നിരസിച്ചു. കൊട്ടാരത്തിൽ മാസ്റ്റർ ഇൻഹെങ്ങിൻ്റെ വിവാഹകാര്യങ്ങളുടെ ആലോചനയിലാണ്. എല്ലാം ഷിയാക്യുവിനെ ഏൽപ്പിക്കാം. യങ് മാസ്റ്റർ വിവാഹത്തിനെതിരെ നിൽക്കും. അതുകൊണ്ട് വിവാഹം നടക്കില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ സമയം ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് ഷിയാക്കോവും സെങ്കാവോവും. വാൻവാൻ്റെ വെർജിനിറ്റി താൻ എടുക്കും, എന്നിട്ടും അവൾ കല്യാണത്തിന് നിൽക്കുമോ എന്ന് അറിയണമല്ലോ എന്ന് സെങ്കാവോ പറയുമ്പോൾ വാതിലിൽ ആരോ മുട്ടി. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയും പോലെ വാൻവാൻ ആയിരുന്നു അത്. അവൾ ഷിയാക്യുവിൻ്റെ മുറിവുകൾ കാണുന്നു. അതിനിടയ്ക്ക് മറ്റൊരു ജോലിക്കാരൻ വന്ന് വിവാഹം പൂർണ്ണമായും ഷിയാക്യുവിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അവളോട് പറയുമ്പോൾ സെങ്കാവോന് അത് തീരെ ഇഷ്ടമാകുന്നില്ല. മുറിയിൽ വാൻവാനും ഷിയാക്യുവും മാത്രമാകുന്നു. വാൻവാൻ്റെ അളവുകൾ എടുക്കുകയാണ് ഷിയാക്യു. മുറിക്ക് പുറത്താരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നതോടെ ഷിയാക്യു സംസാര രീതി മാറ്റുന്നു. ഭാവിയിൽ ഷിയാക്യുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താനും ഇൻഹെങ്ങും കൂടെ ഉണ്ടാകുമെന്ന് ഷിയാക്യുവിനോട് വാൻവാൻ പറയുമ്പോൾ അവൾ വാൻവാനെ വാരിപ്പുണരുന്നു. ശേഷം മുറിയിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന വാൻവാൻ്റെ കാലിൽ ഇൻഹെങ് ചെരുപ്പിട്ട് കൊടുക്കുന്നു. തൻ്റെ സഹോദരിയെ കണ്ടെത്താൻ സഹായിച്ചതിന് അവൾ അവനോട് നന്ദി പറയുന്നു. അവൾ അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുന്നു. ഇൻഹെങ് അവളുടെ കയ്യിലുള്ള പോക്കറ്റ് വാച്ച് കാണുന്നു. ഇതൊഴികെ ബാക്കിയെല്ലാം ഷിയാക്യു പുറത്ത് കളഞ്ഞത് അവൾ അവനോട് പറയുന്നു. അവളുടെ മാതാപിതാക്കളെക്കുറിച്ച് അവൻ ചോദിക്കുന്നു. ചെറുപ്പത്തിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ അവർ മരിച്ചുപോയെന്ന് അവൾ അവനോട് പറയുന്നു. ഷിയാക്യുവിൻ്റെ തോഴിയെ സെങ്കാവോ ചോദ്യം ചെയ്യുന്നു. ഷിയാക്യുവും ഇൻഹെങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നവൻ ചോദിക്കുന്നു. ഇല്ലെന്ന് അവൾ പറഞ്ഞെങ്കിലും വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തുന്നു. പേടിച്ചവൾ പുറത്തേക്ക് ഓടിപ്പോകുമ്പോൾ വാൻവാനും ഇൻഹെങ്ങും ചുംബിക്കുന്ന ചിത്രം സെങ്കാവോ കീറിയെറിയുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.